സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ ഈ സർക്കാരിൻ്റെ ഇപ്പം ഇറങ്ങിപ്പോകാൻ പോവുക. അപ്പോഴത്തേനെ ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രൻ തൊട്ട് കക്കാൻ എക്സ്പേർട്ടുകളാണ് ഇവർ. നമ്മുടെ അബിൻ വർക്കി ഒരു ചാനൽ ചർച്ച പറഞ്ഞു കേട്ട് കക്കാനും മുക്കാനും പഠിച്ചു വരാം എന്ന് പറഞ്ഞ പോലെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ആ കാര്യം ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയറായിട്ട് നടക്കാത്ത പൊങ്കാലയ്ക്ക് ഭക്ഷണം കൊടുത്തത്, അത് ക്ലീൻ ആക്കാനുള്ള പൈസ ഇത്. അതുപോലെ കരുവന്നൂർ ഒടുവിൽ അയ്യപ്പനെ കട്ടു, അയ്യപ്പൻ്റെ സ്വർണ്ണമെല്ലാം അടിച്ചു മാറ്റി. ഒടുവിൽ അതിനു വേണ്ടിയിട്ട് അയ്യപ്പ സംഗമം നടത്തി. അവിടെ മോഷണം. എല്ലായിടത്തും കക്കുക മുക്കുക എന്നുള്ള പരിപാടിയാണ് ഇവരുടേത്. ഇപ്പം ഇനി കക്കാൻ കേരളത്തിലൊന്നുമില്ല. അത് കാരണം നമ്മൾ ഓരോരുത്തരും ജാഗ്രതയായിട്ടിരിക്കുക. നമ്മുടെ പേഴ്സണൽ ഡേറ്റകളാണ് ഇപ്പോൾ ഇവർ ചോർത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യം നമ്മുടെ ഫോൺ നമ്പറാണ്. ഇപ്പോൾ നമുക്ക് എവിടെ ചെന്നാലും നമ്മുടെ ഫോൺ നമ്പർ മേടിക്കും. ഇന്ന് അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ പെരിങ്ങര പ്രിൻസ് മാർത്താണ്ഡവർമ്മ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം 90 നവതി ആഘോഷമായിരുന്നു. അവിടെ ചെന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ഫോൺ നമ്പർ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഫോൺ നമ്പർ മേടിച്ചുകൊണ്ട് ഈ സർക്കാർ ഇനിയിപ്പോൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്കിനിയും കേരളത്തിൽ നിന്ന് കക്കാൻ ഒന്നുമില്ല. ഇനി നമ്മുടെ പേഴ്സണൽ ഡേറ്റകൾ ചോർത്തി. കാര്യം നമ്മുടെ ഈ ഫോൺ നമ്പർ നമ്മുടെ ബാങ്കുമായിട്ടും നമ്മുടെ എല്ലാ കാര്യമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ ഈ PR വർക്ക് ചെയ്ത് ഇവരെ വിളിച്ച് ഇയാൾക്ക് ഇവിടെ എല്ലാം എല്ലാം വസ്തുക്കളുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം ഇതൊക്കെയുണ്ട്, അതുവരെ നമ്മളെ ചൂഷണം ചെയ്ത് ഇവർ പൈസ പിഴിയും. അതുകൊണ്ട് ഓരോ കേരള പൗരന്മാരും ജാഗ്രതയായിട്ടിരിക്കുക. ഇവരുടെ ഈ പ്രചരണത്തിലൊന്നും അടിമപ്പെട്ടു പോകാതെ ഇനിയെങ്കിലും ഇവരെ ഈ കേരളത്തിൻ്റെ ഭരണത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഇവരുടെ ഈ നുണപ്രചരണത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.